എല്ലാവർക്കും നല്ല നമസ്കാരം. ചിട്ടയായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ, രക്തസാക്ഷികളുടെ ജീവിതങ്ങളിലൂടെ, തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ച അടവ് നയങ്ങളിലൂടെ ഈ ചാലക്കുടിയിലെ വിവിധ പ്രദേശങ്ങളിൽ അധികാരത്തിലെത്തുകയും ജനകീയ വികസന പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ സ്നേഹവും അംഗീകാരവും ഏറ്റുവാങ്ങിയ നേതാക്കളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ചാലക്കുടിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPIM. എന്നാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് സമാനതകളില്ലാത്ത വെല്ലുവിളികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അലകളാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അവലോകന യോഗത്തിൽ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി നേതാവ് K. ശാന്തകുമാരിയും ജില്ലാ കമ്മിറ്റി നേതാവ് KR വിജയും പങ്കെടുത്ത യോഗത്തിൽ നേതാക്കന്മാരുടെ കടുത്ത വിമർശനങ്ങളിലൂടെ ഉയർന്നു കേട്ടത്. എന്തേ ഇങ്ങനത്തെ കടുത്ത വിമർശനങ്ങൾ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം വന്നത് ഇവിടുത്തെ നേതൃത്വത്തെ വളർത്താതിരുന്ന, ഉൾപാർട്ടി ജനാധിപത്യത്തിലൂടെ വളരേണ്ടിയിരുന്ന എതിർപ്പ് സ്വരങ്ങളെ ചവിട്ടി അമർത്തിക്കളഞ്ഞ ഇവിടുത്തെ CPIMൻ്റെ ചില നേതാക്കന്മാരുടെ ഇടപെടൽ തന്നെയായിരുന്നു. ഞങ്ങളുടെ ശബ്ദം കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മുഖവില നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ, മുകളിൽ നിന്നും കെട്ടിപ്പടുത്തിയുയർത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നുള്ള അഹങ്കാരം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പാർട്ടി സംവിധാനത്തോട് വിട പറയുന്നു എന്ന് നൂറുകണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളും തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. പരിയാരം, അതിരപ്പള്ളി പഞ്ചായത്തുകളിൽ വലിയ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്കാണ് ഈ CPIM രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിലവിലുണ്ടാകാൻ പോകുന്നത്. വലിയ വെല്ലുവിളികളിലേക്ക് CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ കഴിഞ്ഞ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ തിരിച്ചടി അണികളെയും നേതാക്കളെയും, അതായത് സ്വീകരിക്കേണ്ട ഇടപെടലുകൾ സ്വീകരിക്കാതിരുന്ന നേതൃത്വത്തിനെതിരെ, പ്രാദേശിക നേതൃത്വത്തിനെതിരെ CPIMൻ്റെ അകത്തെ KS അശോകൻ നേതൃത്വം കൊടുക്കുന്ന ഏരിയ സെൻറ്ററിനോടും ഏരിയ കമ്മിറ്റിയോടും അതിശക്തമായ രീതിയിലുള്ള വിമർശനങ്ങളാണ് അണികൾക്കിടയിൽ നിന്നും അതുപോലെ തന്നെ കമ്മിറ്റിക്കകത്തെ നേതൃത്വത്തിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രത്യേക സവിശേഷ സാഹചര്യം ജില്ലാ കമ്മിറ്റി കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടത്തേണ്ടതായ ഇടപെടലുകൾ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ഗൗരവമായ കാര്യവും ഇതുപോലെ തന്നെ ഉന്നയിക്കപ്പെടുന്നു. സുതാര്യമില്ലായ്മ, പാർട്ടി ഫണ്ടുകൾ പിരിക്കുന്നു, അതിൻ്റെ സുതാര്യമില്ലായ്മ. കേരള കോൺഗ്രസ് മാണിക്ക് നൽകിയിരിക്കുന്ന സീറ്റിൽ എന്തിന് CPIMൻ്റെ നേതാക്കൾ ഇടപെടുന്നു? ഇത് ചാലക്കുടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ? നിരവധിയായിട്ടുള്ള വിമർശന ശരങ്ങളാണ് നേതൃത്വത്തിന് നേരെ ഉന്നയിക്കുന്നത്. ഇങ്ങനെ നേതൃത്വത്തിനെതിരെ അതിശക്തമായ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കാൻ മാത്രം ഇപ്പോൾ അണികളുടെയും കമ്മിറ്റിയിലെ പല നേതാക്കന്മാരുടെയും ശബ്ദം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തേ ചാലക്കുടിയിലെ ഇടതുപക്ഷം ഇങ്ങനെ? എന്തേ ചാലക്കുടിയിലെ CPIM ഇങ്ങനെ? ഒരു കാലഘട്ടത്തിൽ അതിശക്തരായിട്ടുള്ള ജനകീയ നേതാക്കളുണ്ടായിരുന്ന ഈ ചാലക്കുടിയിൽ തങ്ങൾക്ക് ശേഷം എല്ലാം പ്രളയം എന്ന് ചിന്തിച്ച ചില പാലമുറി മുത്തച്ഛന്മാരുടെ ഇടപെടലുകൾ കാരണം ഈ ചാലക്കുടിയിലെ ഇടതുപക്ഷത്തിൻ്റെ പോക്ക്, ഇടതുപക്ഷത്തിൻ്റെ ഗതി നിർണ്ണയിക്കേണ്ട നേതാക്കന്മാരുടെ ഇടപെടൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണവീട്ടിൽ പോയി ഒരു റീത്ത് വെക്കാൻ പാകത്തിലുള്ള ഒരു ഫിഗറുള്ള ഒരു നേതാവ് പോലും ഇന്ന് ചാലക്കുടിയിൽ ഇല്ലാതായിരിക്കുന്നു. മറുവശത്ത് UDFൻ്റെ അകത്ത് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ബഹളവും എല്ലാം നടക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചാലക്കുടിയിലെ പല പ്രദേശങ്ങളിലും ഓരോ ഫിഗറുള്ള നേതാക്കന്മാരുണ്ട്. തീർച്ചയായിട്ടും CPIMൻ്റെ അകത്ത് അവസാനത്തെ ഒരു ജനകീയ നേതാവായിരുന്ന PM ശ്രീധരന് ശേഷം എന്തുകൊണ്ട് ഒരു നേതാവ് ഉയർന്നു വരുന്നില്ല? എന്താണ് ചാലക്കുടിയിലെ യുവജന സംഘടനയായിട്ടുള്ള DYFIയുടെ സ്ഥിതി? അവസാന നിമിഷത്തിലാണ് ഒരു മേഖലാ സമ്മേളനം പോലും നടക്കാത്ത സ്ഥിതിയിൽ പുതിയ ചാർജ് DYFIയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിതിൻ പുല്ലനെ കൊണ്ടുവരുന്നത്, കൗൺസിലറായിട്ടുള്ള നിതിൻ പുല്ലനെ കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ മുൻകൂട്ടി കാണാതെ പോയത്? തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായ ഒരു അവലോകനം നടത്താതെ പോയത് എന്തുകൊണ്ടാണ്? ഈ പ്രാവശ്യം തോറ്റുകഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം സീറ്റ് അരിവാളിനായിരിക്കും എന്ന് സാധാരണ അണികൾ പോലും ചിന്തിക്കുന്നിടത്താണ് ഈ സംവിധാനത്തിൻ്റെ പരാജയം വന്നു ചേർന്നിട്ടുള്ളത്. എന്തായിരുന്നാലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഉയർന്ന, ഈ സംഘടനാ സംവിധാനത്തിൽ ഉയർന്ന അതിശക്തമായ വിമർശന ശരങ്ങൾ ചാലക്കുടിയിലും ഉയരുകയാണ്. രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം സംസ്ഥാനത്ത് രൂപപ്പെട്ട പിണറായി ഭക്തിയുടെ ഫിഗർ റോളുകൾ അത് ചാലക്കുടിയിലും ഉണ്ടായിരുന്നു. പിണറായി ഫിഗറുകൾ രൂപാന്തരപ്പെടുകയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായിയുടെ പോലെ നടക്കുക, പിണറായിയുടെ പോലെ സംസാരിക്കുക, മുതുകൊക്കെ ഒന്ന് വളച്ച് മുണ്ടിൻ്റെ കരയൊക്കെ നടുക്കിട്ട് രണ്ട് വരി സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ വരി കണ്ണൂർ ഭാഷയിലേക്ക് പോകുന്ന പിണറായി ഭക്തിയിൽ മനക്കോട്ട കെട്ടിയ നേതാക്കളുടെ രൂപാന്തരീകരണവും അത്തരത്തിലുള്ള നേതാക്കന്മാരുടെ ഇടപെടലും സത്യത്തിൽ ജനങ്ങളെ ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്നും അകറ്റുകയായിരുന്നു എന്നുള്ളത് പിണറായി വിരുദ്ധ തരംഗത്തിൻ്റെ ബാക്കി പത്രമാണ്. ഇത്തരം ഫിഗർ റോളുകൾ, അതായത് പോക്കറ്റുകൾ പലതും ഉണ്ടാകാം, 2, 3, 4 എത്രയോ ആയിക്കോട്ടെ, പക്ഷേ ആ പോക്കറ്റുകളിൽ ഓട്ടയുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓട്ടകൾ ഒന്ന് തുന്നിപ്പിടിപ്പിക്കാൻ പോലും കഴിവില്ലാത്ത രീതിയിലേക്ക് ഈ അഹന്ത കൊണ്ട് നേതൃത്വം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ പോക്കറ്റുകളെന്ന് ജനം ചിന്തിച്ചു തുടങ്ങും. അതിലാരും ഇടാൻ പൈസയും തരില്ല, ഒന്നും തരില്ല. ചാലക്കുടിയിലെ ഇടതുപക്ഷം എന്തേ ഇങ്ങനെ? CPIM ഇനി കടക്കാൻ പോകുന്ന വലിയ വെല്ലുവിളികളെ പ്രതിരോധത്തിലൂന്നിക്കൊണ്ട് ഇടപെടാൻ ഈ നേതൃത്വത്തിന്, ജില്ലാ നേതൃത്വത്തിനും പ്രാദേശിക നേതൃത്വത്തിനും സാധിക്കുമോ? 25 വർഷത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്രയും ശോചനീയമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് CPIM നേതൃത്വം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. കാരണം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് മുതൽ വിവാദങ്ങൾ ഒഴിയുന്നില്ല. കേരള കോൺഗ്രസ് എമ്മിനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാനായിട്ടുള്ള അവകാശം, അധികാരമൊക്കെ തന്നെ. പക്ഷേ അതിൽ
CPIM ഇടപെട്ടോ? ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇങ്ങനെയൊരു ചോദ്യം ഞാൻ പറയുന്നതല്ല, അവലോകന കമ്മിറ്റിക്കകത്ത് പല പ്രധാനപ്പെട്ട നേതാക്കളും ഉന്നയിച്ചു. വളരെ രസകരമായിട്ടാണ് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പല മുഖങ്ങളായി നിന്ന LDF നേതാക്കളും CPIM നേതാക്കളും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു ഒഴുക്കമട്ടായിരുന്നു. പ്രചരണത്തിലുണ്ടോ? ഉണ്ട്. ഇല്ലയേ ഇല്ല. കാരണം ഈ സ്ഥാനാർത്ഥിയെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നാണ് അവർ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. മുൻ MLA BD ദേവസിയുടെ വികസന പ്രവർത്തനങ്ങൾ അപ്പാടെ തുരങ്കം വെച്ച ഒരാൾ, അതോടൊപ്പം തന്നെ അവസാന നിമിഷത്തിൽ ഈ UDF നിന്ന് പോരുന്നതിന് തൊട്ട് മുന്നേ വരെ നടന്ന കൗൺസിൽ യോഗങ്ങളിൽ വരെ അന്ധമായി UDF സപ്പോർട്ട് ചെയ്തിരുന്ന ആൾ. എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇയാളെ ഉൾക്കൊള്ളാൻ സാധിക്കുക? ഇതാണ് പ്രധാനമായും നേതാക്കൾ ഉയർത്തുന്നൊരു സംഭവം. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും ശോചനീയമായ പ്രചരണമില്ല. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കോർഡിനേഷൻ ചെയ്യാൻ നാഥനില്ല കളി, വട്ടക്കളി. എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണം? പലരും പല രീതിയിൽ കൂടെ ഓടുന്നു. ആദ്യത്തെ 10 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നും തന്നെ ഒരു ഫ്ലെക്സ് ബോർഡ് പോലും കയറിയിട്ടുണ്ടായിരുന്നില്ല. വളരെ ആവേശത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നേറേണ്ട സാഹചര്യത്തിൽ ഒരു മന്ദീഭവിച്ച സ്ഥിതിയിലായിരുന്നു ഈ പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചാലക്കുടിയിൽ നടന്ന പ്രചരണം. ഇത് മനസ്സിലാക്കേണ്ടതായിരുന്നു, അതിൽ തിരുത്തലുകൾ നടത്തേണ്ടതായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ കൃത്യമായിട്ട് തന്നെയുള്ള എന്തൊക്കെ വിഷയങ്ങളാണ് അവതരിപ്പിക്കേണ്ടത്, ആ വിഷയങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ഒരു ചട്ടക്കൂട് ഉണ്ടാക്കാൻ പോലും LDF ഇവിടുത്തെ നേതൃത്വത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ സംഭവം, CPIM അകത്തെ നേതൃത്വം വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെ അകത്തെ ഒരു ഗ്രൂപ്പ് സംവിധാനം പോലെ മാറി നിൽക്കായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ സെക്രട്ടറി KS അശോകനെതിരെ വലിയ രൂക്ഷമായിട്ടുള്ള ഒരു എതിർപ്പ് ഉള്ള മറുവിങ് അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒഴുക്കം മട്ടിൽ തന്നെയായിരുന്നു. ഇതിൻ്റെ അവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ തന്നെ ബാധിച്ചിരുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. ഞാനിത് പറയാൻ കാരണം, ഘടകകക്ഷികളായിട്ടുള്ള പല നേതാക്കന്മാർക്കും ചാലക്കുടിയിലെ LDF എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ ഘടകകക്ഷികളുണ്ട്. CPIയും കേരള കോൺഗ്രസും RJDയും അങ്ങനെ ഉൾപ്പെടുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഘടകകക്ഷികൾ. ഈ ഘടകകക്ഷികളിൽ ചാലക്കുടിയിലെ ഘടകകക്ഷി നേതാക്കന്മാർക്ക് KS അശോകൻ്റെ നേതൃത്വത്തെ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ജില്ലാ നേതൃത്വം പരിശോധിക്കപ്പെടേണ്ട സംഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം KS അശോകനുമായിട്ട് വളരെ നല്ലൊരു അടുപ്പാണ്. ഈ ചാലക്കുടിയിൽ CPIൻ്റെ അകത്തിരുന്ന ഏരിയ സെക്രട്ടറിമാരിൽ കുറേ കൂടി നല്ല അടുപ്പമുള്ള ഒരാളാണ് KS അശോകൻ. അദ്ദേഹം കോടശ്ശേരിയിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന സംഭവത്തെ ഞാൻ വളരെയധികം ആവേശത്തോടു കൂടി കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ചാലക്കുടി പൊളിറ്റിക്സ് അദ്ദേഹത്തിന് വഴങ്ങുന്നുണ്ടോ? ചാലക്കുടിയിലെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു സംഗതിയാണ്. എന്നെ പരിഹസിക്കാൻ വേണ്ടി കേരളത്തിൽ ഇല്ലാത്ത പൊളിറ്റിക്സാണ് ചാലക്കുടി നടക്കുന്നതെന്നെങ്കിലും കുറേ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ചാലക്കുടിയിലെ പൊളിറ്റിക്സിന് അതിനൊരു മെയ് വഴക്കം വേറെയാണ്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കൃത്യമായ ഒരു അവലോകനം നടത്തി ഇതിൽ ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്ക് നേതാക്കന്മാർക്ക് കൊടുത്ത് ആവശ്യമായ സ്ഥലങ്ങളിൽ വേണ്ടത്ര പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതായിരുന്നു. നടന്നില്ല. അതിരപ്പള്ളിയും മേലൂരും അതുപോലെ തന്നെ പരിയാരം അവിടുത്തെ പ്രവർത്തകരുടെ ഭാഗമായിട്ട് ഒരു ലക്ക് വിജയം തന്നെയാണ് പരിയാരത്ത്. അങ്ങനെ കിട്ടിയ 3 പഞ്ചായത്തുകൾ കയ്യിലുണ്ടായിരുന്ന കോടശ്ശേരി തിരിച്ചു പിടിക്കാനോ നിലവിലുണ്ടായിരുന്ന കൊടകരയെ ചേർത്ത് നിർത്താനോ സാധിച്ചില്ല. കൊടകരയും പോയി, കോടശ്ശേരിയും പോയി. പിന്നെ കാടൂറ്റിയിലും അതുപോലെ തന്നെ കൊരട്ടിയിലൊക്കെ വലിയ തിരിച്ചടിയാണ് ഈ LDF നേരിട്ടത്. എന്തേ ഒരു അവലോകനം നടത്തിയില്ല? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരാനിരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് എമ്മിൻ്റേതാണ്, 2ലെയാണ് നമ്മുടെ ചിഹ്നം, നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതാണെന്നുള്ള സന്ദേശം താഴെത്തട്ടിലേക്ക് കൊടുക്കാൻ ഈ KS അശോകൻ ഉൾപ്പെടുന്ന CPIM നേതൃത്വത്തിനോ LDF സാധിച്ചില്ല എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള സംഭവമാണ്. എന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കിഴക്കൻ മേഖലകളിലുള്ള മലയോര പ്രദേശങ്ങളിൽ രണ്ട് ചിഹ്നങ്ങളാണ് ഈ ട്രൈബൽ മേഖലയിലൊക്കെ ജനങ്ങളുടെ ഇടയിലുള്ളൂ. ഒന്ന് അരിവാള്, 2 കൈപ്പത്തി. അരിവാളില്ലെങ്കിൽ കൈപ്പത്തിക്കുകയും. ഇതാണൊരു സ്ഥിതിവിശേഷം. മുൻപ് ഡെന്നിസ് ആന്റണി നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഈ പറഞ്ഞ സവിശേഷത ഉണ്ടാവാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇടപെടലുണ്ടായിരുന്നു. അവിടെ അക്കാലഘട്ടത്തിൽ കൂട്ടായ ഇടപെടൽ പാർട്ടി പ്രചരണത്തിനുണ്ടായിരുന്നു എന്നുള്ളത് വലിയ ശ്രദ്ധേയമായ സംഭവമാണ്. എന്നാൽ ഈ പ്രാവശ്യം അത് ഉണ്ടായില്ല. അതുണ്ടാവാത്തത് മേലൂർ പോലുള്ള പഞ്ചായത്തുകളിൽ 1300 ചില്ല വോട്ടിന് പിറകിലേക്ക് പോയി എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. 10-30 വർഷമായിട്ട് ചാലക്കുടി ഇടതുപക്ഷത്തിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന മേലൂരിൽ പോലും, ഈ പറയുന്ന വളരെ ശക്തമായ രീതിയിലുള്ള വേരുറപ്പുള്ള മേലൂരിൽ പോലും ഇത്രയും വോട്ടിന് പിന്നിൽ പോയി എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട സംഭവമാണ്. മേലൂരിൽ നല്ല ഒരു കോൺഗ്രസ് നേതൃത്വം ഉണ്ടെങ്കിൽ ഈ LDF സംവിധാനം അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷേ പടവലങ്ങ പോലെ വളരാനാണ് അവിടുത്തെ UDF നേതൃത്വത്തിന് താല്പര്യം. അതുകൊണ്ട് അവിടെ BJPക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അവിടെ LDF ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും MM വർഗീസ് എന്ന് പറയുന്ന സഖാവിനാണ് ചാർജ്. ആ കോമ്രേഡ് ഇവിടെ വരുന്നു, പതിവ് പോലെ അദ്ദേഹം തിരിച്ചു പോകുന്നു. ഈ പറയുന്ന ചാലക്കുടിയിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നടന്ന വീഴ്ചകളെ ഫലപ്രദമായിട്ട് വിലയിരുത്താനോ അതിലിടപെടാനോ ആ കോമ്രേഡിന് സാധിച്ചില്ല. വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ഇതുപോലെ തന്നെ ഇടയ്ക്ക് വരുന്നു പോകുന്നു. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ ഘടകമോ അല്ലെങ്കിൽ ഈ പ്രാദേശിക നേതൃത്വത്തിലെ നേതാക്കന്മാരോ അവരൊരു ടീം വർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഈ പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട സംഭവം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വന്ന വീഴ്ചയും അതുപോലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വന്ന വീഴ്ചകളെ ഉൾക്കൊള്ളാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റുകൾ തിരുത്താനും ഒരു ശ്രമവും നടന്നില്ല. കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഏതാണ്ട് ശത്രു രാജ്യത്തിൻ്റെ ഒരു പാർട്ടിയെ പോലെയാണ് ഇവിടുത്തെ CPIൻ്റെ അകത്ത് പല അണികളും സ്വീകരിച്ചത്. 2 എന്ന് പറയുന്ന ചിഹ്നം അത് ഇത്തവണ തോറ്റു കഴിഞ്ഞാൽ അടുത്തവണ അരിവാളനായിരിക്കും സീറ്റിൽ നിന്ന് സാധാരണക്കാരായ അണികൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരാജയത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് CPIM കടക്കുന്നത്. ഇപ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചാലക്കുടിയിലെ LDFന്
കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സഹായത്തിന് പല ഘടകങ്ങളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു പണം. സ്ഥാനാർത്ഥി വരുന്നതിന് മുൻപേ പോസ്റ്ററുകളും ഫ്ലക്സുകളും ഒക്കെ അടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോഴും പല വീടുകളുടെ പിന്നാമ്പുറത്തും കോഴിക്കോടിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോഴും ഇവിടുത്തെ അണികൾക്കും നേതാക്കന്മാർക്കും കൃത്യമായിട്ട് അറിയാം. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടിരുന്ന തുക ഇവിടുത്തെ പാർട്ടി പത്രത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിലേക്ക് ചെലവഴിക്കുകയും തുടർന്ന് ഇവിടെ നിന്ന് പരാതികൾ ഉയർന്നു കഴിഞ്ഞപ്പോൾ അത്രയും നാളും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ടിരുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മന്ദീഭവിക്കൽ സംഭവിച്ചപ്പോൾ ഇവിടെ നിന്നും മേൽക്കമ്മിറ്റികളിലേക്ക് അതിൻ്റെ പരാതികൾ ഉയരുകയും സംസ്ഥാന നേതൃത്വം ഇടപെടുകയും ചെയ്യുന്ന ഒരു നിയോജകമണ്ഡലം കൂടിയാണ് ചാലക്കുടി. എന്തേ ചാലക്കുടിയിൽ ഇങ്ങനെ സംഭവിച്ചു? മറ്റു പല ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ചില സഭാ നേതൃത്വങ്ങളുടെ ഇടപെടലുകൾ ഇത്തവണ ചാലക്കുടിയിൽ LDFന് സഹായകമായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നൊരു സംഭവമുണ്ട്, ഈ ഘടകങ്ങളൊക്കെ യഥാവിധി പ്രവർത്തിക്കുമോ എന്നുള്ളത്. ഈ ഘടകങ്ങൾക്ക്, ഈ സഭാ നേതൃത്വത്തിൻ്റെയൊക്കെ ഇടപെടൽ എത്രത്തോളം ഈ വിശ്വാസികളുടെ മേലുണ്ട് എന്നുള്ളത് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഒരു അരപ്പട്ട കെട്ടിയ നാഥൻ ചോദിച്ചു, നിങ്ങൾ കൊടുങ്ങല്ലൂരിൽ OJ ജനീഷിനല്ലേ സീറ്റ് കൊടുത്തേ? ഞങ്ങൾ അവിടെ OJ ജനീഷിനെ തോൽപ്പിക്കും. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ചാലക്കുടിയിൽ ബിജു വക്കീലാണ്. അപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ ഇവരുടെ സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടനാണ്. എന്ത് രാഷ്ട്രീയ നിലപാടാണ് ഇവർ സ്വീകരിച്ചത്? ഇവരുടെ നിലപാടിനെ ആരാണ് ഉൾക്കൊള്ളുന്നത്? പല സ്ഥലങ്ങളിലും പല പുരോഹിത ശ്രേഷ്ഠന്മാരും പച്ചയായും പരസ്യമായും അല്ലാതെയും ഒക്കെ പ്രചരണത്തിനിറങ്ങി. പക്ഷേ അതൊന്നും LDFന് സഹായകമായില്ല. പാർട്ടി ഘടകങ്ങളുടെയും പാർട്ടിയിലെ അണികളുടെയും വോട്ടുകൾ വലിയ രീതിയിൽ പോയിരിക്കുന്നു. MLAക്കെതിരെ ഉണ്ടായ പല വിമർശനങ്ങളും, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, അടിസ്ഥാനമില്ലാതെ സമരങ്ങൾ ചെയ്യുക. MLA ഒരു പരിധിവരെ ഒരു ഫിഗറാക്കാൻ ആ സമരങ്ങൾ കൊണ്ട്, LDFൻ്റെ സമരങ്ങൾ കൊണ്ട് സാധിച്ചു എന്നുള്ളത്. MLA സനീഷ് കുമാർ ജോസഫ് ചെറുപുഞ്ചിരിയോടെയാണ് ഈ സമരങ്ങളൊക്കെ നേരിട്ടത് LDFൻ്റെ. കാരണം എന്താണ്? അനാവശ്യമായിട്ടുള്ള സമരങ്ങൾ. എന്നാൽ ഉയർത്തേണ്ടതായ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരം ചെയ്യാൻ LDF നേതൃത്വത്തിന് സാധിച്ചില്ല. CPMന് നേതൃത്വം കൊടുക്കുന്നവരും അത്തരത്തിൽ ഗൗരവമായി ചിന്തിച്ചില്ല. ചാലക്കുടി പട്ടണം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനസമൂഹങ്ങളിലേക്ക് കൊണ്ടുവരാൻ വൈകിപ്പോയി. നടത്തിയ സമരങ്ങളാകട്ടെ 4, 3, 7, 2, 9 ആളെ വെച്ച് നടത്തിയ സമരങ്ങളൊക്കെ ആയിരുന്നു. പലപ്പോഴും പല സമരങ്ങളുടെ മുന്നിലും വയോധികരായിരുന്നു. പോലീസിനെ കാണുമ്പോൾ ആടും കുതിര, ചാടും കുതിര, പച്ചക്കുതിര പോലുള്ള പ്രഹസന സമരമുഖങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ യുവജന നേതൃത്വം മുഴുവനായിട്ടും ശരശയ്യയിലായിരുന്നു. ഇനി അത് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ചാലക്കുടിയിൽ ഒരു പൊളിച്ചെഴുത്തിന് തയ്യാറാവുന്നില്ലെങ്കിൽ അതിഭീകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനവും CPIM-ഉം നീങ്ങും. അത് ജനങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും വരെ അകറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. തൊഴുകൈകളോടെ ഇപ്പോഴത്തെ നേതൃത്വത്തെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന പല മേഖലാ കമ്മിറ്റികളും പല പഞ്ചായത്ത് കമ്മിറ്റികളൊക്കെ ഉണ്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പല നേതാക്കന്മാരും. ഇതൊക്കെ ഈ പാർട്ടി സംവിധാനത്തെ എവിടെയാണ് കൊണ്ടുവന്നെത്തിക്കുന്നത് എന്നുള്ള കാര്യവും ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട സ്ഥിതിയിലേക്ക് ഈ വിമർശനങ്ങളുടെ ചോദ്യചിഹ്നങ്ങൾ മാറുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.